എന്താണ് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്, ഏത് സിറ്റുവേഷനിലാണ് നമ്മൾ ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നത്, അതേപോലെ സോഹോ ബുക്സിൽ എങ്ങനെയാണ് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് നോക്കുന്നത്. ആദ്യമായിട്ട് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ സോഹോ ബുക്സും അതേപോലെ തന്നെ നമ്മുടെ ഫിസിക്കൽ സ്റ്റോക്കും തമ്മിൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് സ്റ്റോക്കിന്റെ കൗണ്ടിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ വാല്യുവേഷൻ ഡിഫറൻസ് വരാനായിട്ട് പറ്റും. ഇപ്പം നമ്മളൊരു ഐറ്റം പർച്ചേസ് ചെയ്യുന്നത് ഒരു എമൗണ്ടിനാണ്, പക്ഷേ കുറേ ടൈമിന് ശേഷം അതിൻ്റെ വാല്യൂ ഫ്ലക്ച്വേഷൻ വരാൻ ചാൻസ് ഉണ്ട്. ഒന്നുകിൽ അത് കൂടാം അല്ലെങ്കിൽ അത് കുറയാം. അപ്പം നമുക്ക് ആ കറണ്ട് വാല്യൂവിലേക്ക് ഇപ്പോഴത്തെ നമ്മുടെ ഇൻവെന്ററിൻ്റെ വാല്യൂ എത്തിക്കണം. അതിനായിട്ട് നമുക്ക് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ്സ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അതല്ല, നമ്മുടെ ഓർഗനൈസേഷനിൽ ഗുഡ്സ് എന്തെങ്കിലും ഡാമേജ് ആയിട്ട് വന്നു ബൾക്കായിട്ട്, അല്ലെങ്കിൽ ഫയറിൽ എന്തെങ്കിലും ഡാമേജ് പറ്റിപ്പോയി, ഇങ്ങനത്തെ എല്ലാ സിറ്റുവേഷൻസിലും നമുക്ക് ആ സ്റ്റോക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡ്യൂളാണ് ഇൻവെന്ററി അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. നമ്മൾ ക്വാണ്ടിറ്റി അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു, ഡേറ്റ് കൊടുക്കുന്നു. അടുത്തത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ അക്കൗണ്ട് എന്ന് പറയുന്നത്. ഡീഫോൾട്ടായിട്ട് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ള ലെഡ്ജറാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് നോർമലായിട്ട് ഒരു ഇൻവെന്ററി ടേക്കിങ്ങിന്റെ സമയത്ത് ക്വാണ്ടിറ്റിയിൽ കുറവ് കണ്ടു, അപ്പം നമ്മളത് P&Lലേക്ക് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞ് ക്വാണ്ടിറ്റി ഈക്വൽ ആക്കുവാണെങ്കിൽ ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്നുള്ള ലെഡ്ജർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതല്ല, ഇപ്പം നമ്മൾ ഗുഡ്സ് നമ്മൾ ബൾക്കായിട്ട് ഡാമേജ് വന്നു, ആ ഡാമേജ് വന്നത് നമ്മൾ എക്സ്പെൻസ് ഔട്ട് ചെയ്ത് കളയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നമുക്ക് റിപ്പോർട്ടിങ്ങിന്റെ സൈഡിലേക്ക് വരുന്ന സമയത്ത് അങ്ങനെ നമ്മൾ എത്ര ഗുഡ്സിന്റെ വാല്യൂ റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ അറിയണമെങ്കിൽ എപ്പോഴും റിപ്പോർട്ടിംഗ് സൈഡിലേക്ക് ചിന്തിക്കുന്ന സമയത്ത് ഈ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് പകരം നിങ്ങളൊരു പുതിയ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇവിടെ മാപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കോസ്റ്റ് ഓഫ് ഡാമേജ്ഡ് ഗുഡ്സ് എന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക, അതിവിടെ വന്ന് മാപ്പ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഒക്കെ എടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഡാമേജ് ഗുഡ്സ് നമ്മൾ ഇത്ര എമൗണ്ടിനാണ് റൈറ്റ് ഓഫ് ചെയ്ത് കളഞ്ഞത് ഇയറിൽ. അതിനാണ് ഇവിടെ നമ്മൾ അക്കൗണ്ട് മാപ്പിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. അടുത്തത് വന്നിട്ട് ഇതിന്റെ റീസൺ ആണ്, നമ്മൾ എന്തുകൊണ്ടാണ് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇത്രയും റീസൺസ് ഉണ്ട്. നമുക്ക് പുതിയ റീസൺ ആയിട്ട് സ്റ്റോക്ക് കൗണ്ടിങ്ങോ സ്റ്റോക്ക് ടേക്കിങ്ങോ ഒക്കെ പുതിയ റീസൺ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ന്യൂ റീസൺ കൊടുക്കുക. ഇവിടെ സ്റ്റോക്ക് കൗണ്ടിങ് എന്നുള്ളത് കൊടുത്ത് സെയിം വൺ സെലക്ട് കൊടുക്കുമ്പോൾ ആ റീസൺ ഇവിടെ ആഡ് ആയി. അടുത്തത് ലൊക്കേഷൻ, ഏത് ബ്രാഞ്ചിലാണ് നമ്മളിത് ചെയ്യുന്നത് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്തത് നമ്മുടെ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുക. എയർ ഫ്രഷ്നർ എന്നുള്ളതാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തേക്കുന്നത്. അതിലെനിക്ക് സിസ്റ്റത്തിൽ 54 ക്വാണ്ടിറ്റി അവൈലബിൾ ആണ്. പക്ഷേ ഒറിജിനൽ ആയിട്ടും എൻ്റെ കയ്യിൽ 50 ക്വാണ്ടിറ്റി ഉള്ളൂ. 4 എണ്ണം ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ന്യൂ ക്വാണ്ടിറ്റി ഓൺ ഹാൻഡിൽ നമുക്ക് 50 എന്ന് കൊടുക്കാം. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് -4 വന്ന് അത് അഡ്ജസ്റ്റ് ആയി പോകും.